ഇതിനെയാണ് നമ്മളൊന്ന് ഗ്രില്ല് ചെയ്യാൻ പോണേ. വരാലെന്ന് പറയും, നമ്മുടെ ഇവിടെയൊക്കെ ബ്രാലെന്ന് പറയുന്നത്. പാടത്തുനിന്ന് ഇന്നലെ വൈകുന്നേരം പിടിച്ചുകൊണ്ടുവന്ന നല്ല ഫ്രഷ് ബ്രാലാണ്. മേലക്കതേ വളവളൂന്നിരിക്കുക. ഇനി ഇതിനെ നമ്മൾ തൊലിയൊക്കെ പൊളിച്ച് ഉരച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ട് ഗ്രില്ലിൽ കയറ്റാൻ പോണേന്. ഇതാണ് ആള്. നല്ല ബലോട് ഇരുന്നു. ഹലോ ഗൈസ്, ഇന്ന് അച്ഛൻ കൊണ്ടുവന്നിട്ടേക്കണ വരാലിന്ന് നമുക്ക് ഒരെണ്ണെടുത്ത് ഗ്രില്ലടിക്കാം. വാ കാണിച്ചു. അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട് രമേശൻ ചേട്ടനും കൂടെ പാടത്തുനിന്ന് പിടിച്ചുകൊണ്ടുവന്നിട്ടേക്കണ വരാലാണിത്. ഇവർക്ക് ഇങ്ങനെ ചില ശീലങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ഇത് വിൽക്കാറാണ് പതിവ്. എന്തായാലും ഇപ്പം ഇതിനകത്ത് 2 ചെറുതും 2 വലുതും കിടക്കുന്നുണ്ട്. ആരും വരാലിന് അൽഫാം ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതിൽ നിന്ന് വലുതിനെ നോക്കി തന്നെ അങ്ങ് പൊക്കാം. സക്സസ് ആവുമെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അങ്ങനെ നമുക്ക് വേണ്ട സാധനത്തിന് നമ്മളിത് തോണ്ടി പുറത്തിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. അയ്യോ, ഇത് ചത്തട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും ചാവൂല. നമ്മൾ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴും കയ്യിലിരുന്ന് പിടക്കണ ഇനമാണത്. എന്താ ഇത് എനങ്ങാത്തെ? രതീഷ്, എഴുന്നേക്ക് രതീഷ്. ദേ, ഇതനങ്ങി തുടങ്ങി. ഇതിങ്ങനെ എഴഞ്ഞു കഴിഞ്ഞ് എത്ര ദൂരം വേണമെങ്കിലും പോകും. അങ്ങനെ പെട്ടെന്നൊന്നും ചാവൂല ഇത് കരയിൽ കിടന്നാലും. ചെറുതിനെ തന്നെ നമുക്കൊരു കൈ കൊണ്ട് പൊക്കിയെടുക്കാൻ വലിയ പാടാണ്. ഇതിന് പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉള്ളത് കാരണം എനിക്ക് പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതിന്റെ പുറത്തൊരു വഴുവഴുപ്പുള്ള കാരണം കയ്യിൽ നിന്ന് ഇത് സ്കിപ്പായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് 2 കിലോ മേളിലിട്ടെന്ന് തോന്നുന്നു. ഈ ബ്രാലാണ് നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ പോണത്. അച്ഛൻ ഇന്നലെ പാടത്ത് പോയി പിടിച്ചുകൊണ്ടുവന്ന ഫ്രഷ് ബ്രാലാണ്. അപ്പൊ ഇതിനെ നമുക്ക് തട്ടി ക്ലീൻ ചെയ്ത് ഗ്രില്ലിൽ കയറ്റാം. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് വരാലിനെ ഗ്രില്ലടിക്കുന്നത്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വരാല് ഗ്രില്ല് എങ്ങനെയുണ്ടെന്ന്. ഇതിനിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. ഇത് കയ്യിലിരുന്ന് പിടയ്ക്കും. അത് കാരണം ഞാൻ അതിന്റെ ചെകിളയുടെ ഉള്ളിൽ വിരലമർത്തിയാണ് പിടിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ അത് അനങ്ങുമ്പോഴാണ് എന്റെ മുഖത്ത് അങ്ങനത്തെ എക്സ്പ്രഷൻ വരുന്നത്. ഇതിനെ കൊല്ലുന്ന വീഡിയോ നമ്മളിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിനെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. വരാല് ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം പണിയാണ്. നമ്മളിത് ഇതിന്റെ ചെതമ്പല് ഇങ്ങനെ ചെത്തി എടുത്തിട്ട് ഒരച്ച് ക്ലീൻ ചെയ്യും. എന്നിട്ട് പുളിവെള്ളത്തിലിട്ട് ക്ലീൻ ആക്കി എടുക്കണേ. അല്ലാണ്ട് ബ്രാലിന്റെ തൊലി പൊളിക്കാൻ ഭയങ്കര പാടാണ്. തൊലി പൊളിക്കാൻ പറ്റില്ല, പൊട്ടി പൊട്ടി പോരും. അപ്പൊ നമുക്കിത് ഫുള്ള് ഇങ്ങനെ ചെതമ്പലൊക്കെ ചെത്തി ക്ലീൻ ആക്കിയിട്ട് കാണാം. ഇപ്പൊ അതേ അഴുക്കൊക്കെ പോയി നല്ല കുട്ടപ്പനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്രാലിനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മസാലയൊക്കെ തേച്ചെടുക്കാം. അപ്പൊ നമ്മളിതിനെ തലയും വാലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതാ ഇത്ര ഉണ്ട്. ക്ലീൻ ചെയ്ത് തലയും വാലൊക്കെ കളഞ്ഞെടുത്തപ്പോൾ ഇത്ര ഉണ്ട് ഇതിന്റെ നീളം. ഇനി ഇതിനെ നമുക്ക് പൊളിച്ച് മസാലയൊക്കെ തേച്ച് ഗ്രില്ല് ചെയ്യാം. ഇത് നമ്മൾ നടുക്കൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് കട്ടിയുള്ള കാരണം വേവൂല. അത് കാരണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ കട്ടിയുള്ള കാരണം നമ്മൾ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിരുന്നു. നമുക്കിതിന് മസാല തേക്കാം. കുരുമുളകും വെളിച്ചെണ്ണയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി എല്ലാ സ്പൈസസും ഉണ്ട്. നമുക്ക് തേക്കാം. ഇതിൻ്റെ മേളിലൊക്കെ നമ്മൾ കുറേ ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലോട്ട് മസാല നല്ലപോലെ ഇറങ്ങാനും അതുപോലെ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇതിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ ആയിട്ട് ഇതുമാതിരി ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ മീൻ വറുക്കുമ്പോൾ ചെയ്യാറില്ലേ, അതുപോലെ തന്നെ. എന്നിട്ട് ഈ മസാല നമ്മൾ എല്ലായിടത്തും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതിന് നമ്മൾ നന്നാക്കി മുറിച്ച് വന്നപ്പോൾ ഒരു വവ്വാല് കിടക്കണ പോലെ എനിക്ക് തോന്നണേ. നിങ്ങൾക്ക് അറിഞ്ഞില്ലേ അങ്ങനെ തോന്നിയോ? ഇല്ലേ, ശരിക്കും ഒരു വവ്വാലിന്റെ ലുക്കില്ലേ ഇതിന്. എന്തായാലും നമ്മൾ ഇതിന്റെ മേത്തൊക്കെ നല്ല പോലെ മസാല തേച്ച് പിടിപ്പിച്ചു. പിന്നെ ഈ കട്ട് ചെയ്തതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് മസാല ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഫ്ലേവർ നല്ലോണം അങ്ങോട്ട് ഇറങ്ങട്ടെ, എന്നല്ലേ നല്ല രസം ഉണ്ടാവുള്ളൂ. ഇതിനൊരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറമ്പിലുള്ള പച്ച കുരുമുളക് കുറച്ചങ്ങ് അരച്ച് ചേർത്തു. ഇതിന്റെ മസാല മിക്സ് ചെയ്യണ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. എന്തായാലും ഈ മസാല നല്ലപോലെ മീനിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 3-4 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴാണല്ലോ നല്ലോണം ഫ്ലേവറൊക്കെ ഇറങ്ങി വരുള്ളൂ.
ഈ മസാലയ്ക്ക് തന്നെ നല്ലൊരു സ്മെല്ലാണ്. വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും പച്ചക്കുരുമുളകും മറ്റു മസാലകളൊക്കെ ചേർത്തിട്ട്. ബ്രാല് കഴിക്കുന്നത് എല്ലാവർക്കും നല്ലതാന്നാ പറയുന്നത്. നല്ല പ്രോട്ടീൻ റിച്ച് ആണ്, കൊളസ്ട്രോളിന് നല്ലതാണ്. അതുപോലെ വലിയ വലിയ സർജറി കഴിഞ്ഞവർക്ക് മുറിവ് ഉണങ്ങാനൊക്കെ ബ്രാല് സൂപ്പറാന്നാ പറയുന്നത്. ഈ വരാല് കഴിച്ചാലേ എല്ലിന് നല്ല ബലം ഉണ്ടാവുന്നാ പറയുന്നത്. അങ്ങനെ ഗ്രില്ലടിക്കാനായിട്ട് നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ കട്ടകളൊക്കെ കൂട്ടി വെച്ച് അതിനകത്ത് നമ്മുടെ ചിരട്ട കത്തിച്ചിട്ടാണ് കനലുണ്ടാക്കിയത്. മുഴുവൻ ചിരട്ട കത്തിച്ചത് തന്നെയായിരുന്നു. ചിരട്ടയുടെ കനല് പെട്ടെന്നൊന്നും കെടൂല, നല്ല സൂപ്പർ കനലാണ്. അങ്ങനെ നമ്മൾ ചിരട്ട കത്തിച്ചതിട്ട് ഗ്രില്ല് സെറ്റ് ചെയ്തെടുത്തു. ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മുടെ മീൻ റെഡിയാണ്. അതുപോലെ തന്നെ ഗ്രില്ലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രില്ലുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തു, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഈ മീൻ തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ അതിന്റെ മേളിൽ വെളിച്ചെണ്ണയാണ് തടവി കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ മൊരിഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അവിടെ മുഴുവനും. പൊട്ടിപ്പോവോന്ന് പേടിച്ച് പേടിച്ചാണ് ഞാൻ മറിച്ചിടുന്നത്. എന്തായാലും കുക്കായ കുറച്ച് പീസുകൾ ആ കനലിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. നല്ലോണം വെന്ത കാരണം അത് അടർന്നു പോകുന്നതാണ്. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച മസാലയുടെ ബാലൻസ് വന്നതാണ് കേട്ടോ ഇത്. നല്ല പുകയുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ വെളിച്ചെണ്ണയും ഉപ്പും ഇത് നമ്മൾ കുറെ പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് മിക്കവാറും ഇത് മൊത്തം പൊടിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പോകുന്ന തോന്നുന്നു. ഒരു വവ്വാല് കിടക്കണ കൂട്ടില്ലേ, തലയൊക്കെ ചെറുതായതിൻ്റെ ഇവിടെയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചു മറിച്ചിടാനുള്ള ബുദ്ധിമുട്ട് വരും. നമ്മൾ ഈ സൈഡിലെ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് ഇത് തിരിച്ചിട്ടു, ഇതും തിരിച്ചിട്ടു. നമുക്കൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോന്ന്. വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വരാൽ അൽഫാം റെഡി ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഇതിൻ്റെ മേളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. പ്രതീക്ഷിച്ച പോലെ അല്ല ഗൈസ്, വരാലിന്റെ അൽഫാം സൂപ്പറാ, നല്ല പോലെ കുക്കായിട്ടുണ്ട്. നമ്മളിങ്ങനെ കിള്ളി എടുത്തു കഴിഞ്ഞാൽ നല്ല പൂ പോലെ ചൂടുണ്ട്. ശരിക്കും അൽഫാമിന്റെ ഫ്ലേവർ ഉണ്ട്. വിചാരിച്ച പോലെ അല്ല ഗൈസ്, വരാലിന്റെ അൽഫാം സൂപ്പറാ. നല്ല അൽഫാമിന്റെ സ്മോക്കി സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നല്ലോണം വെന്തട്ടൊക്കെ ഉണ്ട്. നല്ല പൂ പോലെ നല്ല സ്മോക്കി സ്മെല്ലുണ്ട്. ശരിക്കും അൽഫാമിന്റെ ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതേമാതിരി വരാല് കിട്ടിയാൽ നിങ്ങളൊന്ന് അൽഫാം ചെയ്ത് നോക്കണേ. കുക്കൊക്കെ ആവുന്നുണ്ട് അത് നല്ലപോലെ. തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി എപ്പോഴും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ. ഓക്കെ, ബൈ.